Hello, guten Tag. Welcome back to Easy German Hub, where you can learn German simply and effectively. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലായി പഠിച്ചത് എന്താണ് നോമിനാറ്റീവ് കേസ്, എന്താണ് നോമിനാറ്റീവ് വെർബൻ, ആർട്ടിക്കിൾസ് ഇൻ നോമിനാറ്റീവ്, ജെൻഡർ നൗൺസ്, പൊസസീവ് ആർട്ടിക്കിൾ, മസ്കുലിൻ ആൻഡ് ഫെമിനിൻ പൊസസീവ് ആർട്ടിക്കിൾസ് വിത്ത് എക്സാമ്പിൾ സെൻറ്റൻസസ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് പൊസസീവ് ആർട്ടിക്കിൾ ഇൻ നോമിനാറ്റീവ് കേസ് തന്നെയാണ്. അതായത് നോയിട്രൽ ആൻഡ് പ്ലൂറൽ പൊസസീവ് ആർട്ടിക്കിളിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് എന്താണ് പൊസസീവ് ആർട്ടിക്കിൾ, മസ്കുലിൻ, ഫെമിനിൻ പൊസസീവ് ആർട്ടിക്കിളിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോമിനാറ്റീവ് കേസിലെ മെയിൻ പോയിന്റ്സിലൂടെ ഒന്നുകൂടി കടന്നു പോകാം. ജർമ്മൻ ഭാഷയിലെ ഓരോ നൗണിൻ്റെയും ജെൻഡർ ആയിട്ട് വരുന്നത് മസ്കുലിൻ, ഫെമിനിൻ, നോയിട്രം ആൻഡ് പ്ലൂറലാണ്. ആർട്ടിക്കിൾസ് ആയിട്ട് വരുന്നത് ഡെഫിനിറ്റ്, ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ, ഇൻഡെഫിനിറ്റ്, ഉൺബെസ്റ്റിംഡർ ആർട്ടിക്കിൾ, നെഗറ്റീവ് ആർട്ടിക്കിൾസ് അതായത് നെഗാക്സിയോൺ ആർട്ടിക്കിൾസ്. അത് നമുക്ക് ഈ ടേബിളിൽ കാണാൻ സാധിക്കും. ഇനി അടുത്തതായി നോമിനാറ്റീവ് കേസിലെ പേഴ്സണൽ പ്രൊനോമൻസ് ആണ് ഇഷ്, ഐ, ദു, യു, എർ, ഹി, സി, ഷീ, എസ്, ഇറ്റ്, വിയർ, വി, ഇയർ, യു ഓൾ, സി, ദേ, സി, യു ഫോർമൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതുപോലെ ജർമ്മൻ ഭാഷയിലെ ഓരോ നൗൺസിനും ഓരോ ആർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അതായത് ആർട്ടിക്കിൾസ് ദർ, ദി, ദസ്, ദി എന്നായിരിക്കും. അതായത് മസ്കുലിൻ, ഫെമിനിൻ, നോയിട്രം ആൻഡ് പ്ലൂറൽ. നൗൺസിൻ്റെ ഈ ആർട്ടിക്കിൾസ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ പേഴ്സണൽ പ്രൊനോമൻസിനും കൂടെ വരുന്ന പൊസസീവ് ആർട്ടിക്കിൾ നൗണിൻ്റെ കൂടെ ഉപയോഗിക്കാൻ. അതായത് പൊസഷൻ കാണിക്കാനുള്ള പൊസസീവ് ആർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോയിട്രം ആൻഡ് പ്ലൂറൽ കേസ് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ വരുന്നത് നോയിട്രം കേസാണ്. അതായത് ദസ് ബുഹ്. ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഇതിൽ ബുഹിൻ്റെ ആർട്ടിക്കിളായിട്ട് വന്നിരിക്കുന്നത് ദസ് ആണ്. അപ്പോൾ നോക്കിക്കേ, ദർ മസ്കുലിൻ ദർ, ഫെമിനിൻ ദി, നോയിട്രം ദസ്. അപ്പോൾ ഇത് നോയിട്രം ജെൻഡർ ആണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ദി ഷൂഹെ. അതായത് ദർ, ദി, ദസ്, ദി. ഷൂഹെ വരുമ്പോൾ അത് പ്ലൂറൽ കേസാണ്. നമുക്ക് ഫസ്റ്റ് എക്സാമ്പിളിലോട്ട് കിടക്കാം. ദാറ്റ് ഈസ് മൈ ബുക്ക്. ഇത് എൻ്റെ ബുക്കാണ്. അപ്പോൾ ദാറ്റ് വരുമ്പോൾ നാം എന്ത് യൂസ് ചെയ്യും? ദസ് യൂസ് ചെയ്യണം. ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ വെർബാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ബുക്കാണ് എന്ന് പറയുന്നത്, അപ്പോൾ എൻ്റെ എന്ന് പറയുന്ന കേസിലാണല്ലോ നമ്മളിവിടെ പൊസഷൻ ഉപയോഗിക്കേണ്ടത്. ഇത് എൻ്റെ ബുക്കാണ് എന്നാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇവിടെ ഇഷിൻ്റെ നോയിട്രം പൊസസീവ് ആർട്ടിക്കിളായ മൈൻ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ വരും? ദസ് ഈസ്റ്റ് മൈൻ ബുക്ക്, ദാറ്റ് ഈസ് മൈ ബുക്ക്. അടുത്തതാണ് ദി ഷൂഹെ. ദി ഷൂഹെ എന്ന് വെച്ചാൽ എന്താണ്? ഷൂസ്. അപ്പോൾ ഇത് എൻ്റെ ഷൂസ് ആണെന്ന് പറയണം. ഷൂസ് എന്ന് പറയുന്നത് പ്ലൂറൽ കേസാണ്. അപ്പോൾ ദാറ്റ് ഈസ് മൈ ഷൂസ് എന്ന് പറയുമ്പോൾ ഇഷിൻ്റെ പ്ലൂറൽ പൊസസീവ് ആർട്ടിക്കിളായ മൈനെ, അതായത് ദസ് ഈസ്റ്റ് മൈനെ ഷൂഹെ എന്നാണ്. ഇനി നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഹിസ് ബുക്ക്. ഇത് അവൻ്റെ ബുക്കാണ്. അവൻ്റെ എന്ന വാക്കാണ് ഇവിടെ പൊസഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവൻ്റെ എന്ന് പറയാൻ ഏത് കേസ് എടുക്കണം? എർ എന്ന പേഴ്സണൽ പ്രൊനോമൻ്റെ പൊസസീവ് ആർട്ടിക്കിളായ ബുക്ക് എന്താണ്? ദസ് ബുക്ക് നോയിട്രം ആർട്ടിക്കിളാണ്. അപ്പോൾ എറിൻ്റെ പൊസസീവ് ആർട്ടിക്കിൾ സൈൻ, സൈനെ, സൈൻ. മസ്കുലിൻ, ഫെമിനിൻ, നോയിട്രം, സൈൻ. അപ്പോൾ എങ്ങനെ വരും? ദസ് ഈസ്റ്റ് സൈൻ ബുക്ക്, ദാറ്റ് ഈസ് ഹിസ് ബുക്ക്. ഇനി അടുത്തത്, ഇത് നിന്റെ ബുക്കാണോ എന്നാണ് ചോദിക്കാൻ പോകുന്നത്. ഈസ് ദാറ്റ് യുവർ ബുക്ക്? അപ്പോൾ നമ്മൾ ദു ഫോമിൻ്റെ പൊസസീവ് ആർട്ടിക്കിൾ അല്ലേ എടുക്കേണ്ടത്? അപ്പോൾ എങ്ങനെയാണ്? ദു പൊസസീവ് ആർട്ടിക്കിൾ
മസ്കുലിൻ ഡൈൻ, ഫെമിനിൻ ഡൈനെ, നോയിട്രം ഡൈൻ, പ്ലൂറാൽ ഡൈനെ. അപ്പോൾ ബുക്കിൻ്റെ ജെൻഡർ നോയിട്രം ആർട്ടിക്കിൾ ആയതുകൊണ്ട് നമ്മളിവിടെ നോയിട്രം എടുത്താൽ ഡൈൻ വരും. അപ്പോൾ ഈസ്റ്റ് ദസ് ഡൈൻ ബുഹ്. ഇതുപോലെ തന്നെ പ്ലൂറാൽ കേസ് എടുത്താൽ ഈസ്റ്റ് ദസ് ഡൈനെ ഷൂഹെ, അതായത് ഈസ് ദാറ്റ് യുവർ ഷൂ. അതും ഇതുപോലെ തന്നെ യുവർ, അതായത് ദു പേഴ്സണൽ പ്രൊനോമന്റെ ദി ഷൂഹെ. പ്ലൂറാൽ പൊസസീവ് ആർട്ടിക്കിൾ എടുത്താൽ, അതായത് ഡൈൻ ഡൈനെ ഡൈൻ ഡൈനെ, പ്ലൂറാൽ പൊസസീവ് ആർട്ടിക്കിളായിട്ട് വരുന്നത് ഡൈനെ. അപ്പോൾ ഈസ്റ്റ് ദസ് ഡൈനെ ഷൂഹെ. ഓക്കെ, ഇനി അടുത്തത് ദാറ്റ് ഈസ് യുവർ ഷൂസ്, ദസ് ഈസ്റ്റ് ഇയറെ ഷൂഹെ. ഇവിടെ നോക്കിക്കേ, പൊസസീവ് ആർട്ടിക്കിൾ ഇയറെ എന്ന് പറയുന്നതിൻ്റെ ഐ ക്യാപിറ്റലാണ്, അതായത് ഫോർമൽ സി ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഷൂഹയുടെ ആർട്ടിക്കിൾ ദി ആണ്. അപ്പോൾ പ്ലൂറാൽ കേസ്. സോ ഇയർ, ഇയറെ, ഇയർ, ഇയറെ. പ്ലൂറാൽ പൊസസീവ് ആർട്ടിക്കിളായ ഇയറെ നമ്മളിവിടെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ വരും? ദസ് ഈസ്റ്റ് ഇയറെ ഷൂഹെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയുടെ തുടക്കത്തിലും പറഞ്ഞതുപോലെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സെൻറ്റൻസിൽ നാം ഉപയോഗിക്കുന്ന നൗണിൻ്റെ ആർട്ടിക്കിൾ മസ്കുലിൻ, ഫെമിനിൻ, നോയിട്രം, പ്ലൂറാൽ ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പൊസസീവ് ആർട്ടിക്കിൾ ഏതാണ് വരുന്നതെന്ന് നോക്കാൻ. ഓക്കെ, അപ്പോൾ നോമിനാറ്റീവ് കേസ് ഇവിടെ തീരുകയാണ്. ബിസ്ബാൾഡ് ച്യൂസ്